പീരുമേട് ജനവാസ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യങ്ങൾക്കെതിരെ ശാശ്വത പരിഹാരം കാണാത്ത സംസ്ഥാന സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ആന, പുലി, കരടി, കടുവ, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യത്താൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്നതും കൃഷിനാശങ്ങൾ സംഭവിക്കുന്നതും മൂലം പീരുമേട് ജനവാസ മേഖലയിലെ കർഷകരും തോട്ടം തൊഴിലാളികളും അടക്കം പ്രതിസന്ധിയിലായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ അടിയന്തര യോഗങ്ങളും പ്രഖ്യാപനങ്ങളുമല്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നത് തടയുവാൻ ശാശ്വത മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും വനംവകുപ്പും നിസ്സംഗത തുടരുന്ന സാഹചര്യത്തിലാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വന്യമൃഗങ്ങളെ തടയൂ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തി ആരംഭിച്ച പ്രതിഷേധ ധർണയ്ക്ക് കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പടിക്കൽ നിന്നും പ്രതിഷേധ മാർച്ചോടുകൂടിയാണ് തുടക്കമായത്. വനംവകുപ്പ് പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന് മുമ്പിൽ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി നടക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളെ അന്തന്മാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K. രാജൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി KN നജീബ് സ്വാഗതം ആശംസിച്ച പ്രതിഷേധ ധർണ KPCC എക്സിക്യൂട്ടീവ് അംഗവും മുൻ DCC പ്രസിഡന്റുമായ റോയ് K. പോലോസ് ഉദ്ഘാടനം ചെയ്തു. വനം വന്യജീവി സംരക്ഷണത്തിനായി കോടികൾ മുടക്കുമ്പോഴും വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്ന കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകകൾ ലഭിക്കുന്നതിനുള്ള നടപടികൾ മരിച്ചയാളുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചാൽ മാത്രമേ നടക്കുന്നുള്ളൂവെന്ന വ്യവസ്ഥിതിയാണ് ഉള്ളതെന്നും റോയ് K. പോലോസ് പറഞ്ഞു. ഇതിന്റെ പേരിൽ ചെലവഴിക്കുന്നത് കോടാനുകോടികൾ ചെലവഴിക്കുന്നു. ആ കോടാനുകോടികൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ പ്രയോജനം ഉണ്ടാകണം, ജനങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകണം, അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതല്ലാതെ എതിരെയെങ്കിലും ആന പൊക്കോട്ടെ, കടുവ എതിരെയെങ്കിലും പൊക്കോട്ടെ, പുലി എവിടെ പോയാലും കുഴപ്പമില്ല, അവർക്കാണ് സംരക്ഷണം കൊടുക്കേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും, കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുത സത്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ നാട്ടിലെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ ആരും തന്നെ ഇത്തരമുള്ള ദുരന്തങ്ങളിലൊന്നും പെടുന്നില്ല. പാവപ്പെട്ട ആളുകളാണ്. ഒന്നുകിലെ പണിയെടുത്ത് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോകുന്ന ആളുകൾ, അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവം മൂലം ആനയെ പൊട്ടിക്കൊന്നാണേലും മറ്റേത് രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മരണത്തിനിരയായ ആളുകളെ എണ്ണം പരിശോധിക്കുമ്പോൾ, അവരുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നാട്ടിലെ സമ്പന്നന്മാർ, സൗകര്യക്കാർ ആരും അതിന്റെ ലിസ്റ്റിലില്ല, പട്ടികയിലില്ല. എല്ലാം പട്ടിണി പാവങ്ങളാണ്, എല്ലാം ദുരിതം അനുഭവിക്കുന്നവരാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള ആ പ്രയത്നത്തിന് അവരെന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് നടക്കുന്നവരാണ്. അതിനിടയിലാണ് ഇത്തരമുള്ള ദുരന്തങ്ങൾ കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കാൻ, അത് പീരുമേട്ടിലായാലും പെരിയാറ്റിലായാലും ഈ പഞ്ചായത്തിന്റെ തന്നെ എത്രയോ പ്രദേശങ്ങളില് എന്നും വാർത്തകൾ കേൾക്കാം. അതുകൊണ്ട് എനിക്ക് ബഹുമാന്യരായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരോടും അവരുടെ മേലധികാരികളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കഴിയാവുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യണം. അതല്ലാതെ ആളുകൾ മരിക്കുമ്പോൾ സ്വാഭാവികമായും കൊടുക്കുന്ന നഷ്ടപരിഹാരങ്ങളുടെ കണക്കുകളൊക്കെ പറഞ്ഞ് അതൊന്നും കേട്ടിട്ട് കാര്യമില്ല. അതുപോലും കൊടുക്കുന്നില്ലല്ലോ. മൃതശരീരവുമായി സമരം ചെയ്താൽ മാത്രമേ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് കണ്ണു തുറക്കാൻ കഴിയൂ. മൂന്നാറിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അവിടുന്ന് സ്കൂളിൽ ആനിവേഴ്സറി കഴിഞ്ഞ് 4 കുട്ടികളുമായി ഓട്ടോറിക്ഷയിൽ കയറ്റി അവരുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊല്ലുന്നത്.
ആ മൃതശരീരവുമായി ടാറ്റ ആശുപത്രിയില് ഇൻക്വസ്റ്റ് നടപടിയുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് ആ മരിച്ചുപോയ ചെറുപ്പക്കാരന്റെ ബന്ധുക്കള്, അവിടെ ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകര്, ഷേഖ് മണി ഉൾപ്പെടെ ഉണ്ടായിരുന്ന മുൻ MLA ഉൾപ്പെടെ ആളുകളെടുത്ത ശക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ചർച്ചയ്ക്കെത്തിയത്. KPCC നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനടുത്ത്, ബെന്നി പെരുവന്താനം, ശാന്തി രമേശ്, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ട്, കോൺഗ്രസ് മൈനോരിറ്റി സെൽ ജില്ലാ പ്രസിഡന്റ് നിക്സൺ ജോർജ്, INTUC സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജൻ, യൂത്ത് കോൺഗ്രസ് പീരുമേട് മണ്ഡലം പ്രസിഡന്റ് എബിൻ കുഴുവേരിമറ്റം, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മനോജ് രാജൻ, ഷാൻ അരുവിപ്ലാക്കൽ തുടങ്ങിയവർ ധർണയിൽ പ്രസംഗിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.